സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് വയറു നിറയെ ഭക്ഷണം കൊടുക്കാൻ ഗതിയില്ലാത്ത ഒരു രാജ്യം. ഇന്ത്യയുടെ ബസുമതി അരിയുടെ പേരിൽ ഒരു കോടതി വിധി ഉണ്ടായപ്പോൾ ലോകകപ്പ് നേടിയതുപോലെ തുള്ളിച്ചാടുകയാണ് ആ രാജ്യം. സാമ്പത്തികമായി തരിപ്പണമായ നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഓസ്ട്രേലിയൻ കോടതിയിൽ ബസുമതി അരിയുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് നേരിട്ട ഒരു സാങ്കേതിക തിരിച്ചടിയെ തങ്ങളുടെ ചരിത്ര വിജയമായി കൊണ്ടാടുകയാണ് ഇസ്ലാമാബാദ്. സ്വന്തമായി യാതൊരു പൈതൃകവും ഇല്ലാത്ത പാകിസ്ഥാന് ഇന്ത്യയുടെ ബസുമതിയുടെ പേരിൽ എന്തിനാണ് ഇത്ര വലിയ ആവേശം? ഇരന്നു വാങ്ങുന്ന ഒരു പട്ടിണി രാജ്യത്തിന്റെ ഈ അല്പത്തരത്തിന് പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന് നോക്കാം. ബസുമതി അരിക്ക് ഓസ്ട്രേലിയൻ വിപണിയിൽ പ്രത്യേക സർട്ടിഫിക്കേഷൻ ട്രേഡ് മാർക്ക് നേടാൻ ഇന്ത്യ നടത്തിയ നിയമ പോരാട്ടത്തിലാണ് ഇപ്പോൾ കോടതി വിധി ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പേഡ നൽകിയ അപേക്ഷ ഓസ്ട്രേലിയൻ ഫെഡറൽ കോടതി തള്ളി. ഓസ്ട്രേലിയൻ വിപണിയിൽ ഇന്ത്യൻ ബസുമതിക്ക് മാത്രമായി ആ പേര് ഉപയോഗിക്കണം എന്നതായിരുന്നു ഇന്ത്യയുടെ ആവശ്യം. എന്നാൽ ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാനിലും ബസുമതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും ഇന്ത്യക്ക് മാത്രമായി അതുകൊണ്ട് കുത്തകാവകാശം നൽകാനാകില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ്. ഓസ്ട്രേലിയൻ വിപണിയിൽ നമ്മുടെ കർഷകർക്ക് ഇത് ചെറിയ തോതിൽ വെല്ലുവിളിയും ആയേക്കാം. എന്നാൽ ഇത് കേട്ടപാടെ അപ്പുറത്ത് തുടങ്ങിയ പാകിസ്ഥാന്റെ ആഘോഷമാണ് ഇതിൽ ഏറ്റവും വലിയ തമാശ. ഈ കോടതി വിധി വന്ന ഉടനെ പാകിസ്ഥാൻ വാണിജ്യ മന്ത്രാലയം ഇതിനെ തങ്ങളുടെ വലിയൊരു നിയമവിജയമായി ഒക്കെ ആയിട്ട് പ്രഖ്യാപിച്ചു. ലോകത്തിന് മുന്നിൽ ഭിക്ഷാപാത്രവുമായി IMF വായ്പയ്ക്കായി കാത്തു നിൽക്കുന്ന പാകിസ്ഥാൻ തങ്ങൾക്ക് സ്വന്തമായി യാതൊരു മേൽവിലാസവും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ ബസുമതിക്ക് മേൽ അവകാശവാദം ഉന്നയിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ചരിത്രപരമായ പൈതൃകത്തിന്റെ ഭാഗമായ ഈ അരിക്കുമേൽ കേവലം ഒരു സാങ്കേതിക വിധിയുടെ ബലത്തിൽ അവകാശം ഉറപ്പിക്കാനാണ് പാകിസ്ഥാന്റെ ശ്രമം. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ പൈതൃകത്തിന്റെ അവകാശം തന്നെ ഇന്ത്യക്കാണ്. സ്വന്തമായി ഒരു നേട്ടം പോലും ജനങ്ങളോട് പറയാനില്ലാത്ത പാകിസ്ഥാൻ ഭരണകൂടത്തിന് തങ്ങളുടെ ദയനീയമായ പരാജയങ്ങൾ മറച്ചു പിടിക്കാൻ ഇന്ത്യക്ക് കിട്ടുന്ന ഇത്തരം ചെറിയ സാങ്കേതിക തിരിച്ചടികൾ വലിയൊരു ആഘോഷമാക്കേണ്ടത് അവരുടെ ഗതികേടാണ്. ഇതിനെയാണ് പട്ടിണി രാജ്യത്തിന്റെ അല്പത്തരം എന്ന് വിളിക്കുന്നത്. ഒരു കോടതി വിധി ഉണ്ടായതുകൊണ്ട് ലോകവിപണിയിൽ ഇന്ത്യൻ ബസുമതിക്കുള്ള സ്വീകാര്യതയോ ഗുണനിലവാരമോ ഇല്ലാതാകാൻ പോകുന്നില്ല. ഇന്ത്യയുടെ പൈതൃകം മോഷ്ടിച്ച് തങ്ങളുടെ ഇല്ലായ്മകൾ മറയ്ക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാന്റെ ഈ കള്ളക്കളിക്ക് ലോകവിപണി തന്നെ വൈകാതെ ചുട്ട മറുപടി നൽകും. ന്യൂസ് ഡെസ്ക് മലയാളം.